അസ്സലാമലൈക്കും ഗൈസ്. ഒരു പണിയില്ലാതിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തിരുന്ന സമയത്ത് കണ്ട ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കണ്ടാൽ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും, പക്ഷെ പഴുത്ത പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം. അതിനായി നമ്മൾ പഴുത്ത പൈനാപ്പിൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. നീളത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ശകലം പഞ്ചസാര, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും നമ്മൾ ചിക്കനും ഫിഷും എല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ ശകലം പഞ്ചസാര നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മുറിച്ചു വെച്ച പൈനാപ്പിൾ ഈ മസാലയിലേക്ക് ഇട്ട് നന്നായി ഇതിന്റെ മുകളിൽ മസാല തേച്ചെടുക്കുക. മസാല പുരട്ടിയതിനു ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റിന് വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു കുരുമുളക് പൊടിയും പഞ്ചസാരയും എല്ലാം അതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അടുപ്പത്ത് കിടന്ന് മുരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാനിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണം വരാനുണ്ട് കേട്ടോ. ചില റെസിപ്പീസ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറൂല്ലേ, അതുപോലെ അത് ട്രൈ ചെയ്ത് നോക്കാനും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ ചെയ്ത ഒരു ഐറ്റമാണ് കേട്ടോ പൈനാപ്പിൾ ഫ്രൈ. എൻ്റെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ കമൻറ്റുകൾ മെസ്സേജ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.